അപ്പോ ഒരു ദിവസം സൂര്യോദയം 6 മണിക്കാണ് ഉണ്ടാകുന്നത്. അപ്പൊ 6 മണിക്കാണ് എന്തുണ്ടാവുന്നത്? സൂര്യോദയം ഉണ്ടാവുന്നത് 6 മണിക്ക്. ശ്രദ്ധിക്കുക, ഉണ്ടാവുന്നത്. അപ്പോ നമ്മൾ ഈ സൂര്യനെ ഭൂമി നമുക്കറിയാം ഒരു റൗണ്ടാണ് കറങ്ങുന്നത് ഒരു ദിവസം ആവുമ്പോ അല്ലെ. ഒരു റൗണ്ട് കറങ്ങുക എന്ന് പറയുമ്പോൾ ഈ ഭൂമിയുടെ കാര്യം, ഭൂമി എന്താ ചെയ്യുന്നത്? ഭൂമി ഇവിടെ ഒരു റൗണ്ട് കറങ്ങുകയാണ്. ഒരു റൗണ്ട് കറങ്ങുന്ന സമയത്ത് എത്ര ഡിഗ്രിയാണ് വരിക? 360 ഡിഗ്രി. എങ്ങനെയാന്ന് മനസ്സിലാവല്? ഇതാ രണ്ടെണ്ണം ഇങ്ങനെ വരച്ചാൽ 4 4 4 90 90 90 360 ഡിഗ്രിയാണ് വരിക. 360 ഡിഗ്രി 24 മണിക്കൂറാണ് 360 ഡിഗ്രി. അപ്പോ ഒരു മണിക്കൂറിന്റെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു അവറിൻ്റെത് കിട്ടാൻ 360നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 180നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 180നെ 12 കൊണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 15 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താ? 6 മണിക്കാണ് സൂര്യോദയം ഉണ്ടായത്. അന്നേ ദിവസം രാവിലെ 10 മണിയാവുമ്പോ 6 മണിക്കാണ് സൂര്യോദയം ഉണ്ടായത്. അപ്പൊ 10 മണിയാവുമ്പോ ഇത് 6 മണിയാണ് എങ്കിൽ ഇവിടെ 6 മണിയാണ് എങ്കിൽ ഇവിടെ 10 മണിയാവുമ്പോൾ എത്ര വരും എന്നുള്ളതാണ് നമ്മുടെ സൂര്യോദയം എത്ര ഡിഗ്രി ഉയർന്നിരിക്കും. ഈ ഡിഗ്രിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4 മണിക്കൂറാണ് വരുന്നത് സമയം. 1 മണിക്കൂർ ഉണ്ടാക്കുന്ന ഡിഗ്രി 15 ഡിഗ്രിയാണ്. അപ്പൊ 4 മണിക്കൂർ, 6 മുതൽ 10 വരെ 4 മണിക്കൂർ. അപ്പൊ 4 മണിക്കൂർ ഉണ്ടാക്കുന്ന എത്രയായിരിക്കും? 4 × 15 ഡിഗ്രി. നമുക്ക് ആൻസർ കിട്ടും 60 ഡിഗ്രി. ഓക്കെ. ഇങ്ങനെ 360നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, 1 മണിക്കൂറിൽ ഈ സൂര്യന്റെ ഡിഗ്രി വ്യത്യാസം വരുന്നത് 15 ഡിഗ്രി ആണെന്ന് ഓർമ്മിച്ചാലും മതി. അപ്പൊ 4 മണിക്കൂർ സമയത്തേക്ക് 4 × 15 60 ഡിഗ്രി. ഓക്കെ.